ത്രിയേക ദൈവത്തിന് സ്തുതി. സ്ലീഹന്മാരുടെ നോയമ്പിലെ 6-ാം ദിവസമായ ഇന്ന് ബർത്തലോമായി സ്ലീഹയെപ്പറ്റിയാണ് നാം ചിന്തിക്കുവാൻ പോകുന്നത്. ബർത്തലോമായി എന്ന വാക്കിൻ്റെ അർത്ഥം കർഷകന്റെ മകൻ. വിശുദ്ധ മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്നീ സുവിശേഷങ്ങളിൽ ബർത്തലോമായി എന്നും വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നഥാനിയേൽ എന്നുമാണ് അദ്ദേഹത്തിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. സ്ലീഹന്മാരുടെ പേരുകൾ പറയുമ്പോൾ ഫിലിപ്പോസിന് ശേഷമാണ് എപ്പോഴും ബർത്തലോമായുടെ പേര് കാണപ്പെടുന്നത്. അതിനൊരു കാരണമുണ്ട്. അതിന് കാരണം ഫിലിപ്പോസാണ് ബർത്തലോമായെ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നത്. ബർത്തലോമായെ കണ്ട ഉടനെ സാക്ഷാൽ ഇസ്രായേലെ ഇവനിൽ കപടമില്ല എന്ന് യേശു പറയുന്നു. ഇത് കേട്ട ഉടനെ ബർത്തലോമായ യേശുവിനോട് എന്നെ എവിടെ വെച്ച് അറിയുമെന്ന് ചോദിച്ചു. അതിന് യേശു അത്തിയുടെ ചുവട്ടിൽ വെച്ച് ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടു എന്ന് പറയുന്നു. ഇത് കേട്ട ഉടനെ നഥാനിയേൽ, റബി, നീ ദൈവപുത്രൻ, ഇസ്രായേലിൻ്റെ രാജാവ് തന്നെ എന്ന് പറയുന്നു. നഥാനിയേൽ ആരായിരുന്നുവെന്ന് യേശുവിന് കൃത്യമായി അറിയാമായിരുന്നു. ഇവിടെ നിഷ്കളങ്കനായ ഇസ്രായേൽ എന്ന പ്രയോഗവും അത്തിവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഞാൻ നിന്നെ കണ്ടു എന്ന പ്രയോഗവും തമ്മിൽ വളരെ ബന്ധമുണ്ട്. ഈ രണ്ട് പ്രയോഗവും യേശുവിന് നഥാനിയേലിനെ പരിചയമുണ്ടെന്ന് വ്യക്തമാക്കുന്നു. ശാന്തശീലനായ ബർത്തലോമായി ഒരു സത്യാന്വേഷകനായിരുന്നു. യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം തുർക്കിയിലും അർമേനിയയിലും സുവിശേഷം നടത്തി. അതിനുശേഷം AD 55 ഇന്ത്യയിലേക്ക് കടന്നു വന്നുവെന്ന് ചരിത്രം പറയുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ രണ്ടാമത്തെ അപ്പോസ്തലൻ എന്നും ഇന്ത്യയുടെ സ്ലീഹ എന്നും ബർത്തലോമായി അറിയപ്പെടുന്നു. ഇന്ത്യയിൽ വെച്ചോ അല്ലെങ്കിൽ അർമേനിയയിൽ വെച്ചോ കൊല്ലപ്പെട്ടുവെന്ന് രണ്ട് തരത്തിലുള്ള വാദങ്ങളുണ്ട്. 50-ാമത്തെ വയസ്സിൽ തൊലി ഉയർന്ന ശേഷം ശിരഛേദം ചെയ്താണ് അദ്ദേഹത്തിനെ കൊലപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ചുവന്ന രക്തസാക്ഷിത്വം വഹിച്ച സ്ലീഹ എന്നും അദ്ദേഹത്തിനെ അറിയപ്പെടുന്നു. AD 62 അദ്ദേഹത്തിനെ കൊലപ്പെടുത്തിയത്. ഓഗസ്റ്റ് 24-ാം തീയതി അദ്ദേഹത്തിൻ്റെ ഓർമ്മ പെരുന്നാൾ കൊണ്ടാടുന്നു. സ്ലീഹന്മാരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ.